വിശേഷങ്ങളിലേക്ക് വരാം. പരിചമുട്ട് കാണാനെത്തിയ ആളുകൾ സ്വാഭാവികമായും ഓരോ ഐറ്റത്തിനെത്തുമ്പോൾ പുതുമ പ്രതീക്ഷിച്ചാണല്ലോ പോണത്. പുതുമയുണ്ടോ? അവരെ പ്രതീക്ഷ തെറ്റിയില്ല. അപ്പൊ പുതുമയുള്ള ഒരു പരിചമുട്ടായിരുന്നു ഇത്തവണ. അപ്പൊ ഒന്ന് കാണാം. പരിചമുട്ടുവേദിയിൽ വെറൈറ്റിയായി എന്തുണ്ട്? ഞങ്ങളുണ്ട് സാർ. കോഴിക്കോടിന്റെ വടകരക്കാർ വേദി മുഴുക്കനും നിറഞ്ഞു നിന്നു. എന്നാൽ കാണട്ടെ, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ച വെറൈറ്റി? അത് ഇതാണ് സാർ. അവർ കളിച്ചു തുടങ്ങി. അടവുകളും ചുവടുകളും തെക്കുവടക്ക് ശൈലികളിലാണ്. മറ്റുള്ള പരിചമുട്ട് സംഘങ്ങളെല്ലാം വലത്തോട്ടു നീങ്ങിയപ്പോൾ ഇവരുടെ ചുവടുകൾ ഓരോന്നും ഇടത്തേക്ക് മാത്രം. ചിലയിടത്ത് പാട്ടിനൊത്ത് വേഗം കൂട്ടി, ചിലയിടത്ത് കുറച്ചു. അങ്ങനെ ആകെ മൊത്തം 24 ചുവടുകൾ. ആദ്യം വന്ന ചുവടുകളെ പിന്നീട് കാണുക സാധ്യമല്ല. ആവർത്തന വിരസത ഒഴിവാക്കി അവർ കാണികളിലേക്ക് ഒരൽപ്പം കൂടെ ചേർന്നു നിന്നു. വേഷത്തിലുമുണ്ട് വെറൈറ്റി. സാധാരണ രീതിയിൽ വള്ളികൾ ഉപയോഗിച്ച് ഉടുത്ത മുണ്ട് വലിച്ചുകെട്ടി മറ്റുള്ളവർ വേദിയിൽ കയറുമ്പോൾ അവർ അത് ചെയ്തില്ല. ഉടുമുണ്ടിൻ്റെ തനിമ നഷ്ടപ്പെടാതിരിക്കാനും ചുളിവുകൾ വീഴാതിരിക്കാനും പിന്നുപയോഗിച്ച് മുണ്ടിനെ ഒതുക്കി വെച്ചു. പാട്ടാണ് പ്രധാനം. മാർത്തോമാ ചരിതം, ഗീവർഗീസ് പുണ്യാളന്റെ അവദാന ഗാനങ്ങൾ, പുണ്യാളൻ കണ്ട കേരളത്തിലെ പള്ളികൾ, മായിന്താ മായിക്കോ എന്ന അറബി പാട്ട്, ആടാട് പാമ്പെ എന്ന നാടൻ പാട്ട്, അങ്ങനെ പാട്ടുകൾ പലതുണ്ട് പിള്ളേരുടെ കയ്യിൽ. ഹൈസ്കൂൾ വിഭാഗം പരിചമുട്ട് മത്സരത്തിൽ എണ്ണമറ്റ ടീമുകൾ മാറി മാറി മത്സരിച്ചപ്പോൾ തെക്കൻ വടക്കൻ ശൈലി പിടിച്ചത് വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ പൂക്കിപ്പയ്യന്മാർ മാത്രം. പരിചമുട്ടിന്റെ തട്ടിൽ വടകരയുടെ പിള്ളേരാണെങ്കിൽ വെറൈറ്റി ഇല്ലാതിരിക്കലാണ് പ്രയാസം. ഇതാ ഇതുപോലെ. ക്യാമറ പേഴ്സൺ ഉണ്ണി പാലാഴിക്കൊപ്പം അരുൺ രാജ്, മീഡിയ.